ശരിയാണോ ഗൈസ്? ഭാര്യ റീലോളിയായി കഴിഞ്ഞാൽ ഞാനിതൊക്കെ വീഡിയോ ഇടും കേട്ടോ, ഞാൻ അത് തന്നെ ഇടുവേ. അപ്പൊ കേട്ടല്ലോ, നഴ്സറി ജീവിതം അവസാനം കേട്ടോ. ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കെട്ടുകിടക്കയുമായിട്ട് നോറേനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ്. ഇന്ന് നോറയുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അടുത്ത ടീച്ചേഴ്സ്മാർക്കൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ നോറയുടെ സ്കൂളിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മൾ നടന്നു പോവുകയാണ്. ഇന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, എന്നാലും ഭയങ്കര മഴക്കാറൊക്കെയാണ്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. മുതലാളി ചക. ഞങ്ങളിപ്പോൾ ടീച്ചറിനെ കണ്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ തന്നെ ടീച്ചറിനോട് പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ടീച്ചറും വിചാരിക്കും ഇവർക്ക് എന്നെ ഭ്രാന്തായോന്ന്. അപ്പോൾ ഇതാണ് നോറ ഒരു വർഷം പഠിച്ച നോറയുടെ ടിപ്പിൾ സ്കൂൾ. ഒരു വർഷക്കാലം നോറയെ സഹിച്ച നോറയുടെ ടീച്ചർമാരും അവിടുത്തെ സ്റ്റാഫുമാണിത്. അപ്പോൾ ഇതായിരുന്നു അവളുടെ ഈ ഒരു വർഷത്തെ ഒരു നഴ്സറി ജേണി. അങ്ങനെ നോക്കിയാൽ ടാറ്റ പറഞ്ഞു സ്കൂളിനോട്. ഇനി സ്കൂളിലില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ നഴ്സറി സെറ്റപ്പ്. ഞാൻ അവിടെ നിന്ന് സ്കൂളിനൊരു ബാഗ് എടുത്തടി. സ്കൂളിൽ ഇട്ടായിട്ട് എടുത്തു, അങ്ങോട്ട് തിരിഞ്ഞു കൊടുത്തു. ഇനി വരില്ല സ്കൂളെ, ഇനി വരില്ല എന്ന്. അങ്ങനെ നോറയുടെ സ്കൂളിനോട് നോറ നഴ്സറി ജീവിതം അവസാനിച്ചിരിക്കുന്നു. നോറ വലിയ കുട്ടിയായി. നോറ ഇനി P1 പോവുകയാണ് അല്ലേ? P1 എവിടെ കിട്ടിയിരിക്കുന്നേ? സെയിന്റ് ജോസഫ് സ്കൂൾ. അതെ, കൊച്ചിന് അത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. ഞങ്ങളുടെ തെറ്റല്ലല്ലോ. അപ്പോൾ അതെ, പറയാൻ അറിയാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറയത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ ടാറ്റാ നഴ്സറി, ബൈ. അപ്പോൾ ഇതൊക്കെ നഴ്സറി സ്കൂളിലെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.